ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രേസ് വണ്ടർലാൻഡ്. 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലൻഡേഴ്സ് ഓൺ ദി എർത്ത് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പാർട്ട് 1 നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ ആദ്യം ആ വീഡിയോ കാണുക, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. ദ സീസൺസ് വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ദ സീസൺസ്. ഹൗ ജോയ്ഫുൾ വെർ ദ ഡേയ്സ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ഒരു ഗ്രാൻഡ് മദർ പേരക്കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ കുട്ടിക്കാലം എത്ര സന്തോഷകരമായിരുന്നു. ദ ഇടവപ്പാതി റെയിൻ ദാറ്റ് ഡ്രെഞ്ചസ് അവർ ന്യൂ ക്ലോത്ത്സ് അറ്റ് ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഓഫ് ദ സ്കൂൾ ഇയർ. ഞങ്ങൾ എല്ലാവരും പുതിയ സ്കൂൾ വർഷത്തിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇടവപ്പാതി മഴ ഞങ്ങളുടെ ഡ്രസ്സുകളെല്ലാം നനച്ചു കളയായിരുന്നു. ദിസ് റെയിൻ ദാറ്റ് ലാസ്റ്റ് നിയർലി ഫോർ 2 months ആൻഡ് ബിഗിൻസ് ടു വിഡ്രോ ആസ് ദ മന്ത് ഓഫ് കർക്കിടകം എൻഡ്സ്. ഈ മഴ, കനത്ത മഴ 2 മാസത്തോളം നീണ്ടു നിൽക്കും. എന്നിട്ട് കർക്കിടക മാസം അവസാനമാകുമ്പോൾ പതുക്കെ പിൻവാങ്ങാൻ തുടങ്ങും. ദെൻ അറൈവ്സ് ചിങ്ങം. പിന്നെയാണ് ചിങ്ങം വരുന്നത്. ദ മന്ത് ഓഫ് വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മാസമായ ചിങ്ങം വരുന്നത് പിന്നെയാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് നേച്ചർ ആസ് ഇറ്റ് ബ്ലൂംസ് ടു വെൽക്കം ഓണം. ഓണത്തെ വെൽക്കം ചെയ്യാനിരിക്കുന്ന പ്രകൃതിയെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. ദെൻ കംസ് ദ തുലാവർഷം ബ്രിങ്ങിങ് റിലീഫ് ടു ദ സമ്മർ ഹീറ്റ് ഓഫ് കന്നി. കന്നിമാസത്തിലെ ചൂടിന് ആശ്വാസമായി പിന്നീട് തുലാവർഷം വരും. ദ മന്ത് ഓഫ് വൃശ്ചികം ആൻഡ് ധനു കൂൾ നേച്ചർ. വൃശ്ചിക മാസവും ധനുമാസവും പ്രകൃതിയെ തണുപ്പിക്കും. ഇൻ ദ മന്ത് ഓഫ് മകരം സം ട്രീസ് ആർ സീൻ ഷെഡിങ് ദർ ലീവ്സ്. മകരമാസത്തിൽ ചില മരങ്ങൾ അവരുടെ ഇലകൾ പൊഴിക്കും. മോസ്റ്റ് വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ് ഡ്യൂ ടു ദ ഇൻറ്റൻസ് ഹീറ്റ് ഓഫ് കുംഭം, മീനം ആൻഡ് മേടം. കുംഭം, മീനം, മേടം ഈ 3 മാസങ്ങളിലെ കനത്ത ചൂട് കാരണം മിക്കവാറും എല്ലാ ജലാശയങ്ങളും വറ്റി വരണ്ടു പോകും. ദ മാംഗോസ് ആൻഡ് ജാക്ക് ഫ്രൂട്ട്സ് ഇൻ ദ യാർഡ് മേക്ക് നേച്ചർ ബ്യൂട്ടിഫുൾ ഈവൻ അറ്റ് ദാറ്റ് ടൈം. പക്ഷേ ഞങ്ങളുടെ മുറ്റത്തുണ്ടായിരുന്ന മാങ്ങയും ചക്കയും ഒക്കെ ആ സമയത്തും പ്രകൃതിയെ മനോഹരിയായി തന്നെ നിലനിർത്തും. യു ഹാവ് റെഡ് ഗ്രാൻഡ് മാസ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഗ്രാൻഡ് എക്സ്പീരിയൻസ് വായിച്ചില്ലേ? ഹിയർ ഗ്രാൻഡ് മാ റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ഇൻ നേച്ചർ ഫ്രം ഹെർ ചൈൽഡ്ഹുഡ്. അവരുടെ കുട്ടിക്കാലത്ത് പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ, സീസണിനനുസരിച്ചുണ്ടായ മാറ്റങ്ങളാണ് അവർ പറഞ്ഞത്. വാട്ട് ചേഞ്ചസ് ആർ ദേ? എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് കൂട്ടുകാരെ കണ്ടെത്തി താഴെ എഴുതുക. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, റെയിൻ. ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. ഡു വി ഗെറ്റ് ഓൾ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് എവറി സീസൺ? ഡിസ്കസ്. എല്ലാ തരം പഴങ്ങളും നമുക്ക് എല്ലാ സീസണിലും കിട്ടുമോ? താഴെ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. 3 സീസൺസിനെ കാണിക്കുന്ന പിക്ചറാണ്. വിച്ച് സീസൺസ് ഡു ദ ഗിവൺ പിക്ചേഴ്സ് റെഫർ ടു? ഏതൊക്കെ സീസൺസിനെയാണ് താഴെ തന്നിരിക്കുന്ന ചിത്രം റെഫർ ചെയ്യുന്നത്? ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, റെയിനി സീസൺ. നെക്സ്റ്റ് നമ്മൾ എഴുതണം. നെക്സ്റ്റ് വിൻ്റർ സീസൺ, മഞ്ഞുകാലമാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ സമ്മർ സീസൺ, ചൂടുകാലമാണ്, വേനൽക്കാലമാണ് കാണിച്ചിരിക്കുന്നത്. ഡു യു എക്സ്പീരിയൻസ് ഓൾ ഓഫ് ദീസ് സീസൺസ് ഇൻ യുവർ ഏരിയ? നിങ്ങൾക്ക് ഈ സീസൺസ് എല്ലാം നിങ്ങളുടെ ഏരിയയിൽ അനുഭവപ്പെടാറുണ്ടോ? വാട്ട് ആർ ദ സൈറ്റ്സ് അറൗണ്ട് യു ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺസ്? എന്തൊക്കെ കാഴ്ചകളാണ് പല സീസണുകളിലായിട്ട് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്? ഡിസ്കസ് ഇൻ ക്ലാസ് ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് ഗിവൺ ബിലോ. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് താഴെയുള്ള ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സീസണിൻ്റെയും ഓരോ പോയിന്റ് വീതം അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പോയിന്റ്സ് കൂട്ടുകാർ ആഡ് ചെയ്യാം. Though different seasons are experienced in this way in Kerala, they are experienced differently in other regions of the earth. കേരളത്തിൽ തന്നെ ഓരോ സീസൺസും ഇങ്ങനെ ഡിഫറെൻറ്റ് വേയിലാണ്, പലതരത്തിലാണ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സീസൺസ് അനുഭവപ്പെടുന്നത് പലതരത്തിലായിരിക്കും. These seasonal changes are caused by the revolution of the earth and the fluctuations of the solar energy received on the earth. ഈ സീസണൽ ചേഞ്ചിനെല്ലാം കാരണം ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ചലനമാണ്, പരിക്രമണമാണ്. പിന്നെ അതുമാത്രമല്ല, സോളാർ എനർജി, സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ചുമാണ് ഈ ചേഞ്ചസ് വരുന്നത്, സീസൺസിൽ ചേഞ്ചസ് വരുന്നത്. വിത്ത് ദ സീസണൽ ചേഞ്ചസ് ദർ ആർ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് നേച്ചർ. സീസണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ, ഋതുക്കൾ മാറി മാറി വരുമ്പോൾ അതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിലും പ്രകൃതിയിലൊക്കെ മാറ്റം വരും. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ ബേസ്ഡ് ഓൺ 2 മെയിൻ മോഷൻസ് ഓഫ് ദി എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എർത്തിൻ്റെ മൂവ്മെൻറ്റ്, 2 മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. ഒന്ന് റൊട്ടേഷനാണ്, ഒന്ന് റെവല്യൂഷനാണ്. റൊട്ടേഷൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത് എർത്ത് സ്പിൻസ് ഓൺ ഇറ്റ്സ് ആക്സിസ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എർത്ത് അതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയാം. പിന്നെ റെവല്യൂഷൻ്റെ ഫസ്റ്റ് പോയിൻ്റ് അവിടെ കൊടുത്തിട്ടില്ല, നമ്മൾ എഴുതണം. രണ്ടാമത്തെ പോയിൻ്റായിട്ട് സീസൺസ് ഒക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഋതുക്കൾ മാറി വരുന്നത് റെവല്യൂഷൻ കാരണമാണ്. നമുക്കിവിടെ റൊട്ടേഷൻ്റെ ഭാഗത്ത് കൊടുക്കാം. ഡേ ആൻഡ് നൈറ്റ് കംസ്. ഡേ ആൻഡ് നൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് റൊട്ടേഷൻ കാരണമാണ്. അതുപോലെ റെവല്യൂഷൻ്റെ അവിടെ കൊടുക്കാം.
എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നു. സീസൺസ് ഒക്കർ, അതുകൊണ്ടാണ് സീസൺസ് ഉണ്ടാകുന്നത്. ദ വെദർ ആൻഡ് ദ ക്ലൈമറ്റ്. വെദർ എന്ന് പറഞ്ഞാലും കാലാവസ്ഥയാണ്, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാലും കാലാവസ്ഥ തന്നെയാണ്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ആദ്യം അവിടെ ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. അണ്ടർ 17 ക്രിക്കറ്റ് ഫൈനൽ മാച്ച് ക്യാൻസൽഡ് ഡ്യൂ ടു റെയിൻ. മഴ കാരണം അണ്ടർ 17 ക്രിക്കറ്റിൻ്റെ ഫൈനൽ മാച്ച് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കൊച്ചി. ദ അണ്ടർ 17 ക്രിക്കറ്റ് ഫൈനൽ മാച്ച് ഷെഡ്യൂൾഡ് യെസ്റ്റർഡേ വാസ് ക്യാൻസൽഡ് ഡ്യൂ ടു അൺഎക്സ്പെക്റ്റഡ് ടൊറൻഷ്യൽ റെയിൻ. അപ്രതീക്ഷിതമായ കനത്ത മഴ കാരണം അണ്ടർ 17 ക്രിക്കറ്റ് ഫൈനൽ മാച്ച് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. വെദർ ഫോർകാസ്റ്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ലി ടു ഹാവ് സ്ട്രോങ് വിൻഡ് ആൻഡ് റെയിൻ ഫോർ ദ നെക്സ്റ്റ് 3 days. കാലാവസ്ഥാ മുന്നറിയിപ്പ് വിഭാഗം പറയുന്നത് ഇനി 2-3 ദിവസത്തേക്ക് നല്ല ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്നതാണ്. ഹാവിൻ യു റീഡ് ദിസ് ന്യൂസ്? നിങ്ങൾ ഈ ന്യൂസ് വായിച്ചില്ലേ? വാട്ട് വാസ് ദ സിറ്റുവേഷൻ ദാറ്റ് ലെഡ് ടു ദ ക്യാൻസലേഷൻ ഓഫ് ദ ക്രിക്കറ്റ് മാച്ച്? ക്രിക്കറ്റ് മാച്ച് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ കാരണമായ സാഹചര്യം എന്താണ്? Sometimes these changes in the atmospheric conditions occur due to changes in weather. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം കൊണ്ടാണ്. അവിടെ വെതറും ക്ലൈമറ്റും വേറെ വേറെ ആയിട്ട് ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. വെദർ ഈസ് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എക്സ്പീരിയൻസ് അറ്റ് എ സെർട്ടൻ ടൈം ഇൻ ആൻ ഏരിയ. ഒരു പ്രത്യേക ഏരിയയിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി, heat, rain, wind, clouds, etc. in the atmosphere at a certain time influence the weather conditions. അന്തരീക്ഷത്തിലെ ചൂട്, ആർദ്രത, മഴ, കാറ്റ്, മേഘങ്ങൾ എന്നിവയെല്ലാം അന്തരീക്ഷത്തിലെ ആ പ്രത്യേക അവസ്ഥയെ നന്നായി സ്വാധീനിക്കുന്നു, വെതർ കണ്ടീഷനെ സ്വാധീനിക്കുന്നു. ഇനി ക്ലൈമറ്റ് എന്താ നോക്കാം. ക്ലൈമറ്റ് ഇസ് ദ ആവറേജ് ഡെയിലി വെതർ കണ്ടീഷൻസ് എക്സ്പീരിയൻസ് ഇൻ ആൻ ഏരിയ ഓവർ എ ലോങ് പീരീഡ്. ക്ലൈമറ്റ് ഈസ് ദ ആവറേജ് ഡെയിലി വെതർ കണ്ടീഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ആൻ ഏരിയ ഓവർ എ ലോങ് പീരീഡ്. കുറേ കാലത്തേക്ക് ഒരു പ്രത്യേക ഏരിയയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ദിവസവും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഹീറ്റ് റൈസസ്, അലേർട്ട് ഇൻ ദ സ്റ്റേറ്റ്. ചൂട് കൂടുന്നു, ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനത്ത് നിർദ്ദേശം വന്നു. സ്നോ ഫോൾസ് എഗെയിൻ ഇൻ ഹിമാചൽ, ഹോളിഡേയ്സ് ഫോർ സ്കൂൾ. മഞ്ഞുവീഴ്ച കാരണം ഹിമാചലിലെ സ്കൂളുകൾക്കെല്ലാം അവധിയാണ്. ഹെവി റെയിൻ, ഓറഞ്ച് അലർട്ട് ഇൻ 5 districts. കനത്ത മഴ കാരണം 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ട്രോങ് വിൻഡ്സ് ലൈക്ലി, ഫിഷർമെൻ വാർൺഡ് അഗെയിൻസ്റ്റ് വെഞ്ചറിങ് ഇൻ ടു സീ. ശക്തമായ കാറ്റ് പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് തന്നെ മീൻപിടുത്തക്കാരൊന്നും കടലിൽ പോകരുതെന്ന് വാർണിംഗ് കൊടുത്തിരിക്കുന്നു. ഹൗ ഹെൽപ്ഫുൾ ആർ ദ ആക്യുറേറ്റ് ആൻഡ് സയൻറ്റിഫിക് ഡെയിലി വെതർ വാർണിംഗ്സ് ഇൻ ഡെയിലി ലൈഫ്? ഡിസ്കസ്. ഇങ്ങനെയുള്ള കൃത്യമായ കാലാവസ്ഥാ പ്രവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉപകാരപ്രദമാണ്, സഹായകമാണെന്ന് ഡിസ്കസ് ചെയ്യുക. ക്ലൈമറ്റ് ആൻഡ് ദ ലൈഫ് ഓഫ് പീപ്പിൾ. കാലാവസ്ഥയും ജനങ്ങളുടെ ജീവിതവും. അവിടെ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ യാത്രാ വിവരണത്തിലുള്ള ഒരു ചെറിയ വിശദീകരണം കൊടുത്തിട്ട് നമുക്കൊന്ന് വായിക്കാം. ബസ്സസ്, ലോറീസ് ആൻഡ് കാർസ് സ്റ്റാർട്ട് റണ്ണിങ് ഓൺ ദ ഹാർട്ട് ഓഫ് ദ ഫ്രോസൺ ലേക്സ്. ബസ്സുകളും ലോറികളും കാറുകളൊക്കെ തണുത്തുറഞ്ഞ തടാകത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി ഓടുന്നു. എവറി കോർണർ ബസ്സസ് വിത്ത് വിൻ്റർ സ്പോർട്സ് സച്ച് ആസ് സ്കീയിങ് ആൻഡ് സ്കേറ്റിംഗ്. എല്ലാ കോർണറിലും വിൻ്റർ സ്പോർട്സ് ഐറ്റംസായ സ്കീയിങ്ങും സ്കേറ്റിങ്ങും ഒക്കെ നടക്കുന്നു. ദ റോഡ്സ് ആർ കവേർഡ് വിത്ത് സ്നോ മോസ്റ്റ് ഓഫ് ദി ഇയർ. വർഷത്തിൽ ഭൂരിഭാഗം സമയവും റോഡുകളെല്ലാം മഞ്ഞു മൂടി കിടക്കും. മേക്കിംഗ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് എക്സ്പെൻസീവ് ടു കീപ് ദം സേഫ് ആൻഡ് ബ്യൂട്ടിഫുൾ. ആ റോഡുകളെ സേഫായിട്ടും സുരക്ഷിതമായിട്ടും ഭംഗിയുള്ളതായിട്ടും നിലനിർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടും ചിലവേറിയതുമാണ്. കായ സെഡ്, ഇഫ് യു വാണ്ട് ടു സീ ദ ട്രൂ ബ്യൂട്ടി ഓഫ് ലഹത്തി യു ഷുഡ് വിസിറ്റ് ഡ്യൂറിങ് വിൻ്റർ. കായ പറഞ്ഞു, നിങ്ങൾക്ക് ലഹത്തിയുടെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ നിങ്ങൾ വിൻ്റർ സമയത്ത്, മഞ്ഞുകാലത്ത് വരണം. ദ ഗ്രൗണ്ട് വിൽ ബി കവേർഡ് വിത്ത് വൈറ്റ് സ്നോ. ഭൂമി മുഴുവൻ വെള്ള മഞ്ഞുകൊണ്ട് മൂടിയിരിക്കും. ആൻഡ് ഓൾ ദ ട്രീസ് വിൽ സ്റ്റേ ലൈക്ക് ടസൽസ് മെയ്ഡ് ഓഫ് വൈറ്റ് പേപ്പർ. എല്ലാ മരങ്ങളും വെള്ള പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എന്തോ ഭംഗിയുള്ള വസ്തു പോലെ തോന്നിക്കും. ഹൗ ഈഗർ ദ ചിൽഡ്രൻ ആർ ടു പ്ലേ ഇൻ ദ സ്നോ. കുട്ടികൾക്കെല്ലാം മഞ്ഞിൽ കളിക്കാൻ എന്തൊരു ആവേശമാണ്, എന്തൊരു ഉത്സാഹമാണ്. നൈറ്റ് ടൈം ലാസ്റ്റ് ഫോർ 6 months, then with daylight for an hour or 2 to the maximum. പകല് 1-2 മണിക്കൂർ മാത്രമേ ഉണ്ടാവുള്ളൂ, രാത്രി 6 മാസത്തോളം നീണ്ട രാത്രിയായിരിക്കും. ദ സ്നോ വൈറ്റ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ ലൈറ്റ് ഓഫ് ദ സ്കൈ ടുഗദർ ക്രിയേറ്റ് ദ ഇഫക്റ്റ് ഓഫ് മൂൺലൈറ്റ്. താഴെയുള്ള വെളുത്ത മഞ്ഞും പിന്നെ മുകളിലുള്ള ആകാശത്തിൻ്റെ വെളിച്ചവും എല്ലാം കൂടി ചേർന്ന് ഒരു നിലാവിൻ്റെ ഇഫക്റ്റ് അവിടെ ഉണ്ടാക്കി തീർക്കും. ഹാവിൻ യു റീഡ് ദ നോട്ട്? നിങ്ങൾ നോട്ട് വായിച്ചില്ലേ? You have read the part that mentions the life of the people in the snowy areas by famous travelogue writer
എസ് കെ പൊറ്റക്കാട് ഇൻ ദ ബുക്ക് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. വാട്ട് ആർ ദ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഏരിയ? നിങ്ങൾ നോട്ട് വായിച്ചില്ല. നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രശസ്തനായ എഴുത്തുകാരനായിരുന്ന എസ് കെ പൊറ്റക്കാട്ടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ നിന്നുള്ള പുസ്തകത്തിനുള്ള കുറച്ച് സൂചനകളാണ് നമ്മൾ വായിച്ചത്. അതിൽ പറയുന്നത് മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ? നമുക്കിവിടെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. ഒന്നാമത്തെ എഴുതാം ഫ്രോസൺ ലേക്സ്, തണുത്തുറഞ്ഞ തടാകങ്ങൾ. വെഹിക്കിൾസ് ആർ റണ്ണിങ് ഓവർ ദ ഫ്രോസൺ ലേക്സ്, വാഹനങ്ങളെല്ലാം ഓടുന്നത് ഈ ഫ്രോസൺ ലേക്സിന് മുകളിലൂടെയാണ്. വിൻ്റർ ഗെയിംസ് സച്ച് ആസ് സ്കീയിങ് ആൻഡ് സ്കേറ്റിംഗ്. റോഡ്സ് ആർ കവേർഡ് വിത്ത് സ്നോ, റോഡുകളെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുന്നു. ദ ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ, പാതിരാ സൂര്യൻ്റെ നാട്. നോർവേ ഈസ് എ കൺട്രി നോൺ ആസ് ദ ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ. നോർവേ എന്ന രാജ്യമാണ് ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ അഥവാ പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. നോർവേ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് നോർവേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നോർത്തേൺ മോസ്റ്റ് റീജിയൻസ് ഓഫ് നോർവേ വിച്ച് ആർ കവേർഡ് വിത്ത് സ്നോ ഫോർ മോസ്റ്റ് ഓഫ് ദ ഇയർ. നോർവേയുടെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ഭാഗങ്ങൾ വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കും. എക്സ്പീരിയൻസ് 6 months ഓഫ് കണ്ടിന്യൂസ് ഡേ ആൻഡ് 6 months ഓഫ് കണ്ടിന്യൂസ് നൈറ്റ്. അവിടെ 6 മാസത്തോളം തുടർച്ചയായിട്ട് രാത്രിയും 6 മാസത്തോളം തുടർച്ചയായിട്ട് പകലുമാണ് അനുഭവപ്പെടുന്നത്. ലൊക്കേറ്റ് നോർവേ ഓൺ ദ അറ്റ്ലസ്. നിങ്ങളുടെ അറ്റ്ലസ് നോക്കിയിട്ട് നോർവേ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക. ലെറ്റ്സ് സീ ഹൗ ലൈഫ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ദിസ് സ്പേഴ്സലി പോപ്പുലേറ്റഡ് സ്നോയി റീജിയൻ. ജനവാസം കുറഞ്ഞ മഞ്ഞു മൂടിയ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. The people here wear airtight footwear made of leather and clothes made of fur. ഇവിടെയുള്ള ആളുകൾ ധരിക്കുന്നത് വായു കടക്കാത്ത ലെതർ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പുകളും മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഡ്രസ്സുകളുമാണ്. It is a common sight to watch the local people called Inuit traveling on flat sledges pulled by domesticated dogs. അവരുടെ വളർത്തുനായ്ക്കൾ വലിക്കുന്ന സ്ലഡ്ജുകളിലാണ് ഇന്യൂട്ട്സ് എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ ആൾക്കാർ സഞ്ചരിക്കുന്നത്. During the winter season which lasts for 6 months, they do not leave their dwellings which is called an igloo. 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ശൈത്യകാലത്ത് ഇവരുടെ വീട് വിട്ട് ഇവർ പുറത്ത് കിടക്കില്ല. ഇവരുടെ വീട് അറിയപ്പെടുന്നത് ഇഗ്ലൂ എന്നാണ്. The chief plant species here are ferns and moss which survive extreme winter. അതിശൈത്യത്തെ നേരിടാൻ കഴിവുള്ള ചില പായലുകളും പുല്ലുകളും മാത്രമാണ് ഇവിടുത്തെ പ്രധാന സസ്യവർഗ്ഗങ്ങൾ. The chief species of animals are whales, fish, snow owls, seals and polar bears. ഇവിടെയുള്ള പ്രധാന ജീവിവർഗ്ഗങ്ങൾ തിമിംഗലം, ഫിഷ്, പിന്നെ സ്നോ ഓൾസ് എന്ന് പറഞ്ഞാൽ മഞ്ഞിലുണ്ടാകുന്ന മൂങ്ങ, പിന്നെ സീൽസ്, പിന്നെ ധ്രുവക്കരടികൾ, ഇവയൊക്കെയാണ്. ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആർ ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതി അല്ലെങ്കിൽ ഉപജീവന മാർഗം എന്ന് പറഞ്ഞത് ഹണ്ടിങ്ങും ഫിഷിങ്ങും, മത്സ്യബന്ധനവും വേട്ടയാടലും മാത്രമാണ്. ഇഗ്ലൂവിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം. ദ ഇന്യൂട്ട് ഓർ എസ്കിമോസ് ആർ അൻ ഇൻഡിജിനസ് പീപ്പിൾ ലിവിങ് ഇൻ ദ പോളാർ റീജിയൻസ്. ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന പ്രത്യേകതരം ആളുകളെയാണ് നമ്മൾ ഇന്യൂട്ട്സ് അല്ലെങ്കിൽ എസ്കിമോസ് എന്ന് പറയുന്നത്. ഇഗ്ലൂസ് ആർ ഹൗസസ് ബിൽറ്റ് ബൈ ദം വിത്ത് ബ്ലോക്സ് ഓഫ് ഐസ്. മഞ്ഞുകട്ടകൾ കൊണ്ട് അവരുണ്ടാക്കിയ വീടുകളെയാണ് നമ്മൾ ഇഗ്ലൂ എന്ന് വിളിക്കുന്നത്. പ്രിപ്പയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ എ ഡിജിറ്റൽ ആൽബം ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് സ്നോ കവേർഡ് ഏരിയാസ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ടു ദ ക്ലാസ്. മഞ്ഞു മൂടിയ പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിജിറ്റൽ ആൽബം നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ചിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. അവിടെ നമുക്ക് ഡെസേർട്ടിൻ്റെ പിക്ചർ കാണാം. ട്രോപ്പിക്കൽ ഡെസേർട്ട്സ് ആർ ലാൻഡ് മാസസ് വിത്ത് വെരി ഡിഫറെൻറ്റ് ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ഫ്രം ദ പോളാർ റീജിയൻസ്. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള ഏരിയകളാണ് ഉഷ്ണമേഖല മരുഭൂമികൾ. ലാർജ് ഏരിയാസ് ഓഫ് സാൻഡ് ആൻഡ് സാൻഡ് ഡ്യൂൺസ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് റീജിയൻ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കാടുകളും ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ഹിയർ ദ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ ഡ്യൂറിങ് ദ ഡേ ആൻഡ് അറ്റ് നൈറ്റ് ദ ടെമ്പറേച്ചർ ഇസ് വെരി ലോ. ഇവിടെ പകൽ സമയത്ത് വളരെ ഉയർന്ന താപനിലയാണ്, രാത്രി സമയത്ത് വളരെ താഴ്ന്ന താപനിലയുമാണ്. ദീസ് ഏരിയാസ് വിത്ത് വെരി ലിറ്റിൽ റെയിൻഫോൾ എക്സ്പീരിയൻസ് ഹൈ ടെമ്പറേച്ചേഴ്സ്, ഡ്രൈ വിൻഡ്സ് ആൻഡ് വാട്ടർ സ്കാസിറ്റി. ഇവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മഴ ലഭിക്കുന്നതിനാൽ നല്ല ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഉഷ്ണക്കാറ്റുകളുണ്ടാവും, അതുപോലെ ജലക്ഷാമവും ഉണ്ടാവും. ദീസ് ഏരിയാസ് ആർ ലെസ് പോപ്പുലേറ്റഡ്. ഇവിടെ വളരെ കുറഞ്ഞ ജനസംഖ്യ മാത്രമേ ഉള്ളൂ. ക്ലൈമറ്റ് അഡാപ്റ്റഡ് ലൈഫ് സ്റ്റൈൽസ് എക്സിസ്റ്റ് ഇൻ ട്രോപ്പിക്കൽ ഡിസേർട്ട്സ്. ഉഷ്ണമേഖലാ മരുഭൂമികളിൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജിച്ചുള്ള ലൈഫ് സ്റ്റൈലാണ് ഉള്ളത്. കണ്ടിന്യൂസ് ഡ്രോട്ട് ആൻഡ് സാൻഡ് സ്റ്റോംസ് ആർ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസേർട്ട്സ്. മരുഭൂമിയുടെ മറ്റൊരു പ്രത്യേകതയാണ് തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും.
Loose clothing and headdress that covers the face are characteristics of desert dwellers. ഇവിടുത്തെ താമസക്കാർ വളരെ അയഞ്ഞ വസ്ത്രങ്ങളും പിന്നെ മുഖം കൂടി കവർ ചെയ്യുന്ന ഹെഡ്ഡ്രസ്സും ധരിക്കും. യൂസിങ് ക്യാമൽസ് ഫോർ ക്യാരിയിങ് ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ കോമൺ സൈറ്റ് ഇൻ ഡിസേർട്സ്. യാത്ര ചെയ്യുന്നതിനും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും ക്യാമൽസിനെ ഒട്ടകത്തിനെ ഉപയോഗിക്കുക എന്നത് ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ്. അവിടെ താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ദ ചാർട്ട് ബൈ റൈറ്റിംഗ് ഡൗൺ ദ അതർ ഫീച്ചേഴ്സ് ഓഫ് ഡിസേർട്സ് റീജിയൻസ്. മരുഭൂമികളുടെ മറ്റു പ്രത്യേകതകൾ കൊണ്ട് ഈ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അവിടെ 3 പോയിന്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ലെസ് ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്, ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ ഡ്യൂറിങ് ഡേ ടൈം, വൈഡ് സാൻഡി ഏരിയാസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ റെയിൻഫോൾ, കുറഞ്ഞ വർഷപാതം അല്ലെങ്കിൽ മഴ, ഡ്രൈ വിൻസ് വരണ്ട കാറ്റുകൾ, ക്യാമൽസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ യാത്രയ്ക്ക് ക്യാമൽസിനെ ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്നു. The regions with such characteristics have a different way of life adapted to the climate. ഇങ്ങനെയുള്ള ഏരിയകളിൽ ആ ക്ലൈമറ്റിന് പറ്റിയ ജീവിത രീതിയും കൂടി അവിടെ ഉണ്ടാകും. We have discussed how the physical diversity of polar regions and desert regions affects the lives of people there. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളിലുള്ള കാലാവസ്ഥ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കുന്നതെന്ന്. അഗ്രികൾച്ചർ, ഒക്യുപ്പേഷൻ, ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് കൺസ്ട്രക്ഷൻ, സെലിബ്രേഷൻസ് എറ്റ്സെട്ര ഓഫ് എ റീജിയൻ ആർ ഓൾ ഷേപ്ഡ് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് ഓഫ് ദാറ്റ് പ്ലേസ്. ഒരു സ്ഥലത്തെ കൃഷി, തൊഴിൽ, ഭക്ഷണരീതി, വസ്ത്രം, വീടുകളുടെ നിർമ്മാണം, ആഘോഷങ്ങൾ എന്നിവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനനുസരിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും ഷേപ്പ് ചെയ്യുന്നത്. However, studies show that unscientific human interventions cause changes in the natural environment. എന്നിരുന്നാലും പഠനങ്ങൾ തെളിയിക്കുന്നത് മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കാരണമായിട്ട് ഒരുപാട് ചേഞ്ചസ് പരിസ്ഥിതിയിൽ വന്നിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ദർ ആർ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദ ക്ലൈമറ്റ് അറൗണ്ട് ദ വേൾഡ് ടുഡേ. ഇതിൻ്റെ ഫലമായി ലോകത്തെമ്പാടുമുള്ള കാലാവസ്ഥയിൽ നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. Climate change. I come from Kenya where 20 crore people are suffering from the adverse effects of climate change. ഞാൻ കെനിയയിൽ നിന്നാണ്. അവിടെ 20 കോടിയിലധികം ജനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. There is severe drought and we have not had rain for 2 years. അവിടെ കടുത്ത വരൾച്ചയാണ്. 2 വർഷത്തോളമായി ഞങ്ങൾക്ക് മഴ ലഭിച്ചിട്ട്. Scientists predict that it will be the same in the 3rd year also. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 3ാമത്തെ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും, മഴ ലഭിക്കില്ല എന്ന് തന്നെയാണ്. വി ഡോണ്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് റെയിൻ. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മഴ ലഭിക്കുന്നില്ല. വിതൗട്ട് റെയിൻ ഓൾ ദ റിവേഴ്സ് ഹാവ് ഡ്രൈഡ് അപ്പ് ആൻഡ് ഹീറ്റ് വേവ്സ് ആർ സ്വീപ്പിംഗ് ത്രൂ ദ ലാൻഡ്. മഴ ലഭിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ നദികളും വറ്റി വരണ്ടിരിക്കുന്നു. അതുമാത്രമല്ല ചൂട് തരംഗങ്ങൾ ഇങ്ങനെ ഭൂമിയിലുടനീളം വീശിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ഓപ്പൺ യുവർ ഹാർട്ട്സ്. ദയവായി നിങ്ങളുടെ ഹൃദയം തുറക്കൂ. ഓൾ അവർ ക്രോപ്സ് ഹാവ് ഡ്രൈഡ് അപ്പ്. ഞങ്ങളുടെ വിളകളെല്ലാം ഉണങ്ങിപ്പോയി. ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ആർ ഡൈയിങ്. മനുഷ്യരും ജന്തുക്കളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ദിസ് കണ്ടിന്യൂസ് ഹാഫ് ഓഫ് അസ് വിൽ ഹാവ് ബീൻ വൈപ്ഡ് ഔട്ട് ബൈ 2025. ഈ അവസ്ഥ തുടർന്നാൽ ഞങ്ങളിലെ പകുതിയോളം ആൾക്കാർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും 2025 ആകുമ്പോഴേക്കും. ദ ഡിസിഷൻസ് ഇൻ ദിസ് കോൺക്ലേവ് വിൽ ബി ഡിസിസീവ് ഇൻ ബ്രിങ്ങിങ് ബാക്ക് റെയിൻസ്. മഴയെ തിരിച്ചു കൊണ്ടുവരാനുള്ള തീരുമാനങ്ങൾ നമുക്ക് ഈ ഉച്ചകോടിയിൽ എടുക്കണം. ഡിസൈഡ് വെദർ അവർ ഫ്രണ്ട്സ് ദ ചിൽഡ്രൻ വിൽ ഗെറ്റ് ഫുഡ് ആൻഡ് വാട്ടർ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും കുട്ടികൾക്കും എല്ലാം ഭക്ഷണം കിട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. പ്ലീസ് ഓപ്പൺ യുവർ ഹാർട്ട്സ്. പ്ലീസ് ഓപ്പൺ യുവർ ഹാർട്ട്സ്. ദയവായി നിങ്ങളുടെ ഹൃദയം തുറക്കൂ. യു ഹാവ് റെഡ് എ പ്ലേ ടു ദ വേൾഡ് ലീഡേഴ്സ് ബൈ എലിസബത്ത് വാത്തുട്ടി, എ സ്കൂൾ ഗേൾ ഫ്രം കെനിയ അറ്റ് ദ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് കോൺഫറൻസ് ഇൻ ഗ്ലാസ്ഗോ ഓൺ 31 October 2021. നിങ്ങൾ വായിച്ചത് ഒരു സ്കൂൾ ഗേളായ എലിസബത്ത് വാത്തുട്ടിയുടെ റിക്വസ്റ്റാണ്, ലോക നേതാക്കളോടുള്ള ഒരു അപേക്ഷയാണ്. അത് സമർപ്പിക്കപ്പെട്ടത് UN-ൻ്റെ ക്ലൈമറ്റ് കോൺഫറൻസ് ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്ന ക്ലൈമറ്റ് കോൺഫറൻസിലാണ്. അത് സംഭവിച്ചത് October 31, 2021. Climate change is one of the most complex issues that is faced by the world today and the generations to come. കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ഇന്ന് ജീവിക്കുന്ന ആളുകളും ഇനി വരാൻ പോകുന്ന തലമുറയെ നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. An important factor influencing the climate of a region is the atmospheric conditions of that region. ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയാണ്. Fluctuations in atmospheric temperature lead to climate change.
അന്തരീക്ഷ ഊഷ്മാവിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും അവിടുത്തെ കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാവും. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ സ്ലോ പ്രോസസ് ഓൺ ദി എർത്ത്. കാലാവസ്ഥാ മാറ്റം എന്നത് ഭൂമിയിൽ പതുക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ നാച്ചർ. കാലാവസ്ഥയിലുണ്ടാകുന്ന ആ ഒരു ചെറിയ മാറ്റം പോലും വലിയ ആഘാതമുണ്ടാക്കും പ്രകൃതിയിൽ. ഹൗ ക്യാൻ വി ഡിറ്റക്ട് ക്ലൈമറ്റ് ചേഞ്ച്? എങ്ങനെയാണ് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മാറ്റം കണ്ടുപിടിക്കാൻ പറ്റുക? Given below are some pictures from the exhibition conducted at Anu's school in connection with the World Environment Day. ലോക പരിസ്ഥിതി ദിനത്തിന് അനുവിൻ്റെ സ്കൂളിൽ വെച്ച് നടന്ന ഒരു എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച കുറച്ച് ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. നമുക്ക് ആ പിക്ചേഴ്സ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കനത്ത മഞ്ഞുവീഴ്ചയാണ് അല്ലേ, വിൻ്റർ സീസണാണ്. അതിന് താഴെയായിട്ട് കടുത്ത വരൾച്ച കാണിക്കുന്നുണ്ട്, സിവിയർ ഡ്രോട്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ കാണിക്കുന്നുണ്ട്. അതിനപ്പുറത്തായിട്ട് വെള്ളപ്പൊക്കം അഥവാ ഫ്ലഡും കാണിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കറിംഗ് ഓൺ ദി എർത്ത് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് ആർ ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്. വാട്ട് ആർ ദേ? കാലാവസ്ഥാ വ്യതിയാനം കാരണം പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അവ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് ഇവിടെ എഴുതുക. ഹെവി സ്നോഫോൾ, സിവിയർ ഡ്രോട്ട്, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്. ലെറ്റ്സ് ചെക്ക് ദ സൈഡ് ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇനി നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലൈമറ്റ് ചേഞ്ച് സൈഡ് എഫക്ട്സ് അവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. റൈസിംഗ് ഗ്ലോബൽ ടെമ്പറേച്ചർ, ആഗോളതാപനം വർദ്ധിക്കും. ദ റൈസ് ഓഫ് സീ ലെവൽ ആൻഡ് സുനാമി ഡിസാസ്റ്റർ, കടലിലെ ജലനിരപ്പ് ഉയരും, പിന്നെ അതുപോലെ സുനാമി അതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും. റെയിൻഫാൾ ദാറ്റ് ഈസ് നോട്ട് സീസണൽ, കാലം തെറ്റിയുള്ള മഴ. ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് റെയിൻഫോൾ, കനത്ത മഴ. ഡ്രോട്ട്, വരൾച്ച. മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് ഉരുകുക. അൺകൺട്രോൾഡ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അഫക്റ്റ് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദി എർത്ത് അഡ്വേഴ്സ്ലി. അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണവും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ മോശമായി ബാധിക്കും. ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കുക. നമുക്കവിടെ കാണാം ഒരുപാട് കലാമിറ്റീസിൻ്റെ പിക്ചറാണ് കാണുന്നത്. മെനി അൺസയൻറ്റിഫിക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസ് ക്ലൈമറ്റ് ചേഞ്ച്. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഒരുപാട് ആക്ടിവിറ്റീസാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നത്. ഐഡൻറ്റിഫൈ ദം ഫ്രം ദ പിക്ചർ ആൻഡ് നോട്ട് ഡൗൺ. അതെല്ലാം ഈ പിക്ചറിൽ നിന്ന് തിരിച്ചറിഞ്ഞ് താഴെ എഴുതുക. ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ്. ഡിഫോറസ്റ്റേഷൻ, വാഹനങ്ങൾ പുറത്തുവിടുന്ന വിഷം കലർന്ന പുക. പിന്നെ ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വനനശീകരണം. അടുത്ത പോയിൻറ്റ്സ് നമ്മൾ എഴുതണം. അവിടെ എന്തൊക്കെയാണുള്ളത്? ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്സ്, ഗ്യാസസ് ഫ്രം അല്ലെങ്കിൽ സ്മോക്സ് ഫ്രം ഫാക്ടറീസ്, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ ഉപയോഗം. ക്ലൈമറ്റ് ചേഞ്ച് അഫക്ട്സ് ഓൾ ലിവിങ് തിങ്സ് ഓൺ ദി എർത്ത് ഇൻ മെനി വേയ്സ്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിലെ ജീവജാലങ്ങളെ പലതരത്തിൽ ബാധിക്കുന്നു. ഇറ്റ് ഓൾസോ കോസസ് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് മെനി സ്പീഷീസ്. അത് ഭൂമിയിലെ ചില ജീവജാലങ്ങളുടെ വംശനാശത്തിന് തന്നെ കാരണമാകുന്നു. ഈവൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ ഓഫൺ കോസ്ഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഭൂമിയിൽ പ്രകൃതി ദുരന്തങ്ങൾ വരെ ഉണ്ടാകുന്നു. പ്രിപ്പയർ എ വോൾ മാഗസിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ഓൺ ദ സ്പീഷീസ് ദാറ്റ് ഫേസ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടുകൂടി വംശനാശം നേരിടുന്ന ജീവികളെക്കുറിച്ച് ഒരു വോൾ മാഗസിൻ പ്രിപ്പയർ ചെയ്യുക. The government of Kerala has been devising and implementing various schemes to control the human activities that cause climate change and also to protect the environment. കേരള സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. എന്തിനാ? പ്രകൃതി ദുരന്തത്തിനും പ്രകൃതിയിലെ കാലാവസ്ഥാ മാറ്റത്തിനൊക്കെ കാരണമായ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് തടയാൻ വേണ്ടി. ഹരിത കേരളം മിഷൻ ഈസ് എൻ എക്സാമ്പിൾ ടു ദിസ്. ഹരിത കേരളം മിഷൻ എന്നുള്ളത് ഇതിനൊരു എക്സാമ്പിളാണ്. ഹരിത കേരളം മിഷനെ കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് നോക്കാം. എ സ്കീം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ലേയിങ് എംഫസിസ് ഓൺ ദ ഏരിയാസ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, സാനിറ്റേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് അഗ്രികൾച്ചർ. ഗവൺമെൻറ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണിത്. അത് പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, മണ്ണ് ജലസംരക്ഷണം, പിന്നെ സാനിറ്റേഷൻ ശുചീകരണം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ജൈവ കൃഷി രീതി. ഇതെല്ലാം ലക്ഷ്യപ്പെട്ടുകൊണ്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് എറ്റ്സെട്ര ആർ ദ നോട്ടബിൾ ആക്ഷൻ പ്രോഗ്രാംസ് ഓഫ് ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ്റെ പ്രോഗ്രാംസാണ് ഹരിത കർമ്മസേനയും
പച്ചത്തുരുത്ത്, നമ്മുടെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ഹരിതകർമ്മസേനയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പ്രിപ്പയർ പോസ്റ്റേഴ്സ് ടു ക്രിയേറ്റ് അവയർനെസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എമംഗ് പീപ്പിൾ ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ ദ ക്ലാസ്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. The beautiful earth that we live in and its resources belong to future generations too. നമ്മൾ ജീവിക്കുന്ന ഈ മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളുമെല്ലാം വരുന്ന തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. So we are bound to use the natural resources available to us today with care. അതുകൊണ്ട് തന്നെ ഇന്ന് ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. By living in harmony with nature, we can fight together against the great menace of climate change. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിലൂടെ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം എന്നുള്ള വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പൊരുതാൻ കഴിയും. ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ഈച്ച് വൺ ഓഫ് us ടു എൻഷുർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ കാലാവസ്ഥ ചേഞ്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആക്ഷൻസ് ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ക്യാൻ സ്റ്റാർട്ട് ഫ്രം അവർ സറൗണ്ടിങ്സ്. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. വാട്ട് എൻവയോൺമെൻറ്റൽ ആക്ഷൻസ് ക്യാൻ യു ടേക്ക് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻസാണ് കൂട്ടുകാർക്ക് എടുക്കാൻ കഴിയുക? പോസ്റ്റ് യുവർ സജഷൻസ് ഓൺ ദ ബുള്ളറ്റിൻ ബോർഡ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ സജഷൻസ് ക്ലാസ്സിലെ ബുള്ളറ്റിൻ ബോർഡിൽ പോസ്റ്റ് ചെയ്യുക. കുറച്ച് പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പോയിൻറ്റ്സ് കൂട്ടുകാർ ആഡ് ചെയ്യണം. കൂട്ടുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവിടെ എഴുതുക. അപ്പോൾ 2 ഭാഗങ്ങളായി ചെയ്ത നമ്മുടെ വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദി എർത്ത് എന്ന ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാകുന്നു. കൂട്ടുകാർക്ക് ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.